അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഹൃദയംഗമായൊരു ചോദ്യം ആത്മാവിൽ ഞാൻ ചോദിച്ചു. ദൈവം എനിക്ക് അതിന് മറുപടി തന്നി. യോഹന്നാന്റെ ലേഖനം 1-9 വാക്യം. അതെ, ആ ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ നിന്റെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറയുന്നെങ്കിൽ അവൻ നിന്റെ സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. അതെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ച ഒരു വലിയ സത്യമായിരുന്നു അത്. എന്റെ പാപത്തിന് എങ്ങനെ മറുപടി ലഭിക്കുക? തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുക. ആരോടാ ഏറ്റുപറയണം? മനുഷ്യനോടാണോ? അല്ല, ദൈവത്തോട് ഏറ്റുപറയണം. ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ഞാൻ വിശ്വസിച്ചു. ഞാൻ അവിടെ ഇരുന്നു. അവിടെ കുറെ തടവുകാരുണ്ട്, ആ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ മുട്ടുമടക്കി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു യേശുവിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ഞാൻ എന്റെ പാപങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നു. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഞാൻ എന്റെ പാപങ്ങളെ ഞാൻ യേശുവിനോട് ഏറ്റുപറയാൻ തുടങ്ങി. ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ പറയട്ടെ. ഒരു മനുഷ്യ ജീവിതത്തിൽ അത് വരുന്ന വലിയ മാറ്റത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. ആ നിമിഷം തന്നെ ദൈവം വലിയ സമാധാനം എന്നിലേക്ക് നൽകാനിടയായി. ആ ദൈവ സമാധാനം തന്നെ നിറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ സുവിശേഷകന്റെ പ്രസംഗം അവസാനിക്കാൻ പോയി. അദ്ദേഹം ലാസ്റ്റ് വാക്യത്തിലേക്ക് വരിക. അദ്ദേഹം പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 3-20 വാക്യം, ഇതാ ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആ സുവിശേഷകന്റെ ആ വാക്ക് എന്റെ ജീവിതത്തിൽ സുവിശേഷകൻ പറഞ്ഞതായിട്ടില്ല, എന്റെ യേശു എന്റെ ഹൃദയത്തിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ അങ്ങേക്ക് വേണ്ടി ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ഹൃദയത്തിൽ തുറക്കുന്നു. അത് അങ്ങനിലേക്ക് വരണമേ എന്ന് ഞാൻ ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ സംഭവം ആ നിമിഷം എന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ പോയിരുന്നത് വലിയ ഭാരത്തോടും വലിയ ചിന്താകുലത്തോടും വലിയ വിഷമത്തോടും കൂടെയായിരുന്നു ഞാൻ അവിടെ പോയിരുന്നത്. എന്നാൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത നിമിഷം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. എന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോയി, എന്റെ ആകുലത മാറിപ്പോയി. ഒരു പുതിയ മനുഷ്യനായി ഞാൻ അവിടെ ഇരുന്ന് മാറുവാനായിട്ടിടയായിരുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. അത് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ ഒരു കരവലയത്തിനകത്താണ് ഞാൻ. ദൈവം എന്നെ രക്ഷയ്ക്കായിട്ട് എന്നെ വിളിക്കുന്നെന്ന് മനസ്സിലായി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ, റോമാലേഖനം 10-9 വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് നീ വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറയും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ വിളിച്ചു പറയും, യേശുവേ നാഥ, അങ്ങേ ഞാൻ എന്റെ രക്ഷകനായി അംഗീകരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അത് ഉയർത്തെഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിളിച്ചു പറയാനിടയായി തീർന്നു. അന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റം വന്നു. ഞാൻ നേരെ എന്റെ മുറിയിൽ, ആ മീറ്റിംഗ് കഴിഞ്ഞ് എന്റെ മുറിയിലേക്ക് പോയി. അതുവരെ ദുഃഖിതനായി എന്റെ മുറിയിൽ ജീവിച്ച് ഞാൻ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ ആ മുറിയിൽ നിന്ന് പലരും പറഞ്ഞു, കരഞ്ഞുകൊണ്ട് നടക്കുന്ന എന്നെ കണ്ടു, നിനക്ക് മാനസിക രോഗമാണ്, നിന്റെ മാനസിക രോഗം ഉള്ള ബ്ലോക്കിലേക്ക് മാറ്റുമെന്ന് അവർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിരിച്ച് സന്തോഷിച്ചു പോയി എന്നോട് പറഞ്ഞു, ഇവന് തനി വട്ടായി എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ഉള്ളിൽ വന്ന മാറ്റമോ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമോ എന്റെ മുറിലുള്ള മറ്റൊരു കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ സ്വർഗീയമായ ഒരു വലിയ സന്തോഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്റെ വീട്ടിലേക്ക് ഞാനൊരു കത്തെഴുതി. എന്റെ മാതാവിന് ഞാൻ ഇങ്ങനെ എഴുതി, അമ്മേ, ഞാൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല മകനായി മാറിയെന്ന്. ഞാൻ വിചാരിച്ചത് എന്റെ അമ്മ ഈ കത്ത് വായിക്കുന്ന പറഞ്ഞാൽ അമ്മ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു മാറ്റം വരുമെന്ന. എന്നാൽ ആ കത്തിന് മറുപടി ചില ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ജയിലിലേക്ക് വരുവാനിടയായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, മകനെ, ഇതുവരെ നിന്റെ മകൻ എന്ന് അംഗീകരിപ്പാൻ ഞാൻ കഴിഞ്ഞു. പക്ഷെ നീ മതം മാറിയത് കൊണ്ട്, അതെ, നമ്മുടെ പാരമ്പര്യം മാറിയത് കൊണ്ട് ഇനി നീ എന്റെ മകനല്ല, നിനക്ക് ഇങ്ങനെ സഹോദരന്മാരോ സഹോദരിമാരോ ഇല്ല, നമ്മൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് എഴുതുവാനിടയായിരുന്നു. എന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. എന്നാൽ എന്റെ യേശു എന്റെ അടുക്കൽ
പോലെ ഒന്നെന്നെ ആശ്വസിച്ചു. ഹൃദയം നുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. എന്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മകനെ പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് വചനം പറയുന്നു. അതെ, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. എന്റെ കർത്താവ് എന്നെ കരം പിടിച്ച് ജയിലിനകത്ത് നടത്താൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നീ ഈ കാര്യം ഞാൻ നിനക്ക് ചെയ്ത ഉപകാരം മറ്റുള്ള പറയാൻ പറഞ്ഞു. ഞാൻ മറ്റുള്ള പറയാനായിട്ട് തുടങ്ങി. അനേക വ്യക്തികൾ യേശുവിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കി. അതെ, യേശുവിന് മാത്രമേ യഥാർത്ഥമായൊരു മനുഷ്യനെ മാറ്റുവാൻ കഴിയുള്ളൂ എന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. 26 വയസ്സ് വരെ എന്റെ മാതാപിതാക്കൾ എന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷെ അവർക്കൊരിക്കലും എന്റെ നല്ല ജീവിതം കാണാൻ കഴിഞ്ഞില്ല. പോലീസുകാരെന്നെ വളരെയധികമായി മർദ്ദിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് എനിക്ക് വളരെ മർദ്ദനം ലഭിച്ചിട്ടുണ്ട്. തടവുകാരെന്നെ മർദ്ദിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒന്നും അനേക തത്വശാസ്ത്രങ്ങൾ ഞാൻ പഠിക്കുവാനും അതിൽ വിശ്വസിപ്പാനും ഇവിടെ അതിനൊന്നും എന്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ച ആ ആചാര മര്യാദകൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, പൂജകളൊക്കെ ഞാൻ നടത്തി. ഇതിനൊന്നും എന്റെ ജീവിതത്തിൽ, എന്നാൽ സുവിശേഷത്തിന് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. കാരണം മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഞാൻ നാളുകൾ ജയിലിനകത്ത് മറ്റാരും എന്നെ സഹായിക്കാനില്ലാതെ കഴിയുവാനിടയായിരുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ആരും നോക്കാനില്ല. ഞാൻ എന്റെ ജയിലിൽ കഴിയുമ്പോൾ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി അവിടെ നിന്നു. യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അതിനുള്ള കൃപ എനിക്ക് ദൈവം നൽകാൻ തുടങ്ങി. ഞാൻ പ്രസംഗിച്ചു. അനേകർ വിശ്വാസത്തിൽ വന്നു, കാത്തിരുന്നു. വചനം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വിശ്വസിക്കാൻ സ്നാനമൊക്കെ ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ജയിലിൽ അതിന്റെ സാഹചര്യമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഒരു ദിവസം പരോൾ, അത് മതി, എനിക്ക് ജലത്തിൽ അങ്ങേ സാക്ഷീകരിക്കണം. ഞാൻ ദൈവത്തോട് പറഞ്ഞു. 6 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതകരമായി വഴിയൊരുക്കി. 1999 ഫെബ്രുവരി മാസം 26-ാം തീയതി ആ ജയിലിൽ നിന്ന് വിലങ്ങില്ലാത്തവനായിട്ട് 1 മാസത്തേക്ക് പരോളിൽ ഞാൻ വന്നു. പിറവത്ത് മണിയെന്ന് പറയുന്നതായ PC സഭയിൽ പോയി സ്നാനപ്പെട്ട് എന്നെ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. മടങ്ങി ഞാൻ ജയിലിലേക്ക് പോയി. എന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ ചിറക് വിരിക്കാനായിട്ട് ദൈവം വഴിയൊരുക്കാൻ തുടങ്ങി. എന്നെ പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. എനിക്കിനി ജീവിക്കണം, എനിക്കിനി കർത്താവിന് വേണ്ടി ജീവിക്കണം, സമൂഹത്തിൽ നല്ലവനായി ജീവിക്കണം. അതുകൊണ്ട് ഇനി കുടുംബജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ആരെനിക്ക് ഒരു പെൺകുട്ടിയെ തരിക? ഞാൻ എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആയിരുന്ന സഭയിൽ നിന്ന് തന്നെ ദൈവം എനിക്ക് അനുയോജ്യമായ ഒരു വിവാഹത്തിനായിട്ട് ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സിജി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവൾ വിവാഹത്തിന് തീരുമാനമെടുത്തപ്പോൾ അവളുടെ വീട്ടിലെ പലരും പറഞ്ഞു, നീ വിഡിതമാണ് കാണിക്കുന്നത്, ഇവന്റെ മാനസാന്തരം വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് നീ ചിന്തിച്ച് വേണം തീരുമാനമെടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അവൾ കൊടുത്ത ഉറപ്പിനാൽ അവൾ ഉറച്ചു നിന്നു. അതെ, ഞങ്ങളുടെ വിവാഹം 2001 ആഗസ്റ്റ് മാസം 2-ാം തീയതി നടക്കുവാനായിട്ടിടയായി തീർന്നു. അത്ഭുതകരമായിട്ട് എന്റെ വിവാഹം നടന്നു. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകുവാനിടയായി തീർന്നു. 15.5 വർഷക്കാലം ആ ജയിലിനകത്ത് കിടക്കേണ്ടതായിട്ട് വന്നെങ്കിലും 15.5 വർഷക്കാലം ശിക്ഷ അനുഭവിക്കുന്നവനായിട്ടല്ല ഞാൻ കിടന്നത്. എന്റെ കർത്താവിന്റെ ഒരു വേലക്കാരനായിട്ട് ആ ജയിലിനകത്തായിട്ട് കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അതേ, എന്റെ ദേശത്തുള്ള അനേക വ്യക്തികൾ എനിക്കെതിരെ ഒരു പരാതി എഴുതി ജയിലിലേക്ക് അയച്ചു. ഇവനെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടരുത്, ഇവനെ വിട്ടാൽ ഇനിയും കൊലപാതകം നടക്കും. കാരണം എന്റെ പഴയ ജീവിതമാണ് അവര് ഓർത്തുകൊണ്ട് അവരെ ചെയ്തത്. എന്നാൽ എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് പുറത്തു പോയിട്ട് നിന്റെ മകനായിട്ട്, നിന്റെ സാക്ഷിയായിട്ട് എനിക്ക് ജീവിക്കണം, അതിനുവേണ്ടി അവസരം ഒരുക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2008 ഏപ്രിൽ മാസം 12-ാം തീയതി സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായി ജയിലിൽ നിന്ന് എനിക്കൊരു മോചനം നൽകുവാനിടയായി തീർന്നു. ഈ കർത്താവ് രക്ഷിക്കുന്ന കർത്താവ് മാത്രമല്ല, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെതായ നീറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. അതെ, മാത്രമല്ല എന്നെ കഷ്ടതയിലായിരുന്ന അവസ്ഥയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ച ആ ദൈവത്തിന് എന്നെ കൊണ്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ ആത്മഹത്യയിലേക്കും അതുപോലെ പാപത്തിന്റെ ആ തിന്മയിലേക്കും പോകുന്നവരെ വഴി കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടിയായിട്ടാണ് കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, ഇതാ ഞാൻ നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു കാലത്ത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കും.